വെൽക്കം ബാക്ക്. ഗുഡൻ ടാഗ്. സോ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നല്ല ശരിക്കും സ്പെഷ്യൽ ഡേ. സ്പെഷ്യൽ ഡേ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് സ്പെഷ്യൽ ഡേ. അപ്പൊ നമ്മൾക്ക് അന്നത്തെ ദിവസം ആ സ്പെഷ്യൽ ഡേന്ന് നമ്മള് രണ്ടുപേര് എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് വർക്കിംഗ് ഡേ ആണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഒന്ന് പുറത്തു പോകുന്ന വിചാരിക്കാണ്. ഇന്ന് 15th ആണ്. 18th സ്പെഷ്യൽ ഡേ. സോ നമ്മൾ ഇന്ന് അത് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ലൊക്കേഷൻ പോകുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ 1-2 സ്പോട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ വാച്ച് വിത്തൗട്ട് സ്കിപ്പിംഗ്. ആൻഡ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. അല്ലേ? അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദെൻ നമുക്ക് വീഡിയോസിൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ എന്തായാലും വാച്ച് വിത്തൗട്ട് സ്കിപ്പിംഗ് ടിൽ ദി എൻഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാം. ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ കവർ ചെയ്ത് പിന്നെ നമുക്ക് ഫുഡ് സ്പോട്ട് കവർ ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് വി ഹാവ് റീച്ച്ഡ് ദ ഫസ്റ്റ് ലൊക്കേഷൻ. ഇവിടെ നല്ല സൈലൻസ് ആണ്. സോ അധികം സൗണ്ടിൽ സംസാരിക്കുന്നില്ല. നമ്മൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം അല്ലെ. ഇത് സത്യം പറഞ്ഞാല് ലോട്ടസ് ടെമ്പിൾ ആണ്. റീൽസിൽ നമ്മള് കണ്ടിട്ടാണ് വന്നത്. ഒറിജിനൽ ലോട്ടസ് ടെമ്പിൾ അല്ല, അതിന്റെ ഒരു ശാന്തിഗിരി ആശ്രമം എന്നാണ് ശരിക്കുള്ള സ്ഥലത്തിന്റെ പേര്. ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. വെച്ചാല് അതിന്റെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാനേ. എന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ രാത്രിയാണ് ശരിക്കും കാണാൻ ഭംഗി. ആ ലൈറ്റ് ഒക്കെ വന്നിട്ട് ഇടുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. രാത്രി കാണാനാണ് ഏറ്റവും ഭംഗി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ രാത്രി വരണം ശരിക്കും. രാത്രി വരാൻ പറ്റില്ലല്ലോ. പറ്റുവാണെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് നമ്മള് മാരേജിന്റെ ശേഷം രാത്രി കാണിക്കുന്നുണ്ടാവും. അപ്പൊ ശരിക്കും നമ്മളെന്നാലും നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാം. കാണിച്ചു. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സ്ഥലമല്ല. മീൻസ് അങ്ങനെയല്ല, നീ ഒന്നും പണയണ്ട. ആശ്രമാണ്. അപ്പൊ നമുക്ക് അറിയില്ല അവിടെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും. നമ്മളിതിന്റെ ഭംഗി കണ്ടിട്ടാണ് വന്നത് സത്യം പറഞ്ഞാല്. ആ ഒരു ലോട്ടസ് അപ്പൊ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിക്ക് വന്നതാട്ടോ. കൗതുക ലേശം കൂടുതലാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാന് നല്ല പീസ്ഫുൾ ആയിട്ട് നല്ല 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 കയറ്റത്തിലാണ് കൈസ്. നല്ല ഒരു കുന്നിന്റെ മുകളിലാണ്. നമ്മൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടെന്ന് അറിയില്ല. വീടുന്നു രസമുണ്ട് കേട്ടോ. നല്ല വൈബുള്ള സ്ഥലം. നല്ല സമാധാനത്തിലിരിക്കും അവിടെ. തിരക്കൊന്നുമില്ല അല്ലേ. ലോട്ടസിന്റെ ആകൃതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാൻ അത്യാവശ്യം സ്ഥല. അപ്പം നമ്മളിതാ ലോട്ടസ് ടെമ്പിളിന്ന് ഇറങ്ങാണ്. ലോട്ടസ് ടെമ്പിൾ അല്ല, ലോട്ടസ് ടെമ്പിളിന്റെ രൂപസാദൃശ്യമുള്ള ഒരു ആശ്രമം അല്ലെ. പക്ഷെ ഇവിടെ നമ്മള് പ്രതീക്ഷ ഒരു ഇതില്ല. പ്രതീക്ഷ വെച്ചാല് ഹൈപ്പായിട്ടൊന്നും ഇല്ല എങ്കിൽ കൂടെ കുറച്ചുകൂടെ നമ്മള് റഷൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. റഷ് ഇല്ല. മേ ബി ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ല, കൊറേ ആൾക്കാരൊക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ അവര് വിചാരിച്ച ഒരു ഇതില്ലാത്തോണ്ടായിരിക്കും മേ ബി അല്ലേ. അപ്പൊ എന്തായാലും നമ്മള് ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി നേരെ ഇങ്ങോട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ നോക്കണ്ട വെച്ചാ മേലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ, റെസ്റ്റ് റൂംസ് ഒക്കെ ഉണ്ട് സൈഡിൽ തന്നെ ആയിട്ടാണ്, കയറുന്നതിന്റെ സൈഡിലായിട്ടാണ്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാല് ഫുഡ് കഴിക്കാൻ 1-2 കടകളുണ്ട്. പിന്നെ മുണ്ട് അങ്ങനത്തെ ഗാർമെന്റ്സിന്റെ ഒരു ചെറിയൊരു കട ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ കാല് കഴുകിയിട്ട് കയറണം, ചെരുപ്പ് പുറത്തയച്ചിടണം, അങ്ങനത്തെ കുറച്ച് റൂൾസ് ഉണ്ട്. പിന്നെ അകത്തെത്തിയാൽ അവിടെ ഒരു ആളിന്റെ ഫോട്ടോ ആണ് ഇരിക്കുന്നത്. അപ്പൊ അത് ഫോട്ടോ എടുക്കാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഉള്ളില് ജസ്റ്റ് കയറാം. ആരാധിക്കുന്ന ആളായിരിക്കും. അങ്ങനെ എടുക്കരുത് എന്ന് അവര് ആദ്യം പറഞ്ഞു. ഓരോരുത്തരുടെ വിശ്വാസമാണ്. നമ്മൾ അതിനൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മളെ ഈ ഒരു ഇത് ഭംഗി കണ്ടിട്ട് വന്നതാട്ടോ. രസമുണ്ട് കാണാൻ. നൈറ്റ് വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നൈറ്റ് ആയിരിക്കും മേ ബി ആൾക്കാർ വരുന്നുണ്ടാവും. അതാക്കി. പിന്നെ ആൾക്കാരൊന്നും ഇല്ലാത്തോണ്ട് ഇവിടുത്തെ ഈ ആൾക്കാർ മാത്രമായോണ്ടാ തോന്നുന്നു ഒരു നെഗറ്റീവ് ഫീൽ. എല്ലാരും നമ്മളെ നോട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ. അങ്ങനെ എന്തൊക്കെയായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ വന്ന് നോക്ക. നൈറ്റ് ഫാമിലി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വിചാരിച്ചിട്ടായിരിക്കും. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാം അല്ലെ. ഒരു ബുക്ക് പഠിച്ചേ.
നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ Yes. ഇതാണ്. Two rabbits. Two നമ്മള് rabbits. ഇതേപോലെ തന്നെ റീല് Reel കണ്ടിട്ട് കണ്ടിട്ട് ഏകദേശം ഒരു ഫിംഗർ റെസ്റ്റോറന്റ് ടച്ച് അതെ. നമുക്കൊന്ന് കേറിയോ നമ്മളെ ഫേവറേറ്റ് ഐറ്റംസ് എന്തെങ്കിലും പേര് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്യാൻ വന്നല്ലോ. പുതിയ സ്പോട്ട് ട്രൈ ചെയ്യാം, പുതിയ ഫുഡ് ട്രൈ ചെയ്താണ് സംഭവം. അപ്പോ നമുക്കൊന്ന് ട്രൈ ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ ചെയ്യാം. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് സ്പെഷ്യൽ നമുക്ക് നോക്കാം, എന്തൊക്കെയുണ്ട് നമുക്ക് അതായത് നോക്കാം. ഇവിടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉള്ള Yes. സ്ഥലമാണ് കേട്ടോ. എന്നാലും കേറി നോക്കാം. അങ്ങനെ നമ്മള് ടൂറാബിറ്റ് ടൂറാബിറ്റ് റെസ്റ്റോറന്റിന്ന് ഇറങ്ങി. അവിടുന്ന് ഇവളുടെ ഇഷ്ടപ്രകാരമുള്ള മറ്റേ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മള് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നെ ഇവളുടെ ഭാഗം കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വെറുതെ ഒരാവശ്യമില്ല, ഇത്ര ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു കുട്ടി. അങ്ങനെ എന്നിട്ട് അത് അവള് നീയല്ല പറയാ. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞാൻ കൈപ്പറ്റി. പിന്നെ അവിടെ കുറെ മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന കാര്യങ്ങളൊന്നും പറയാൻ പറയാൻ പറ്റില്ല. ചീസ് കേക്ക് എനിക്ക് ഇഷ്ടമായില്ലേ? എനിക്കിഷ്ടായി. എനിക്ക് ഞാൻ പിന്നെ ചീസ് ഇഷ്ടമാണ്. ലവർ അല്ലാത്തോണ്ട് എനിക്ക് ചീസ് കേക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് അവിടെ കാര്യങ്ങള് ആ ഒരു ആംബിയൻസും അല്ലെങ്കിൽ അറിയാലോ, അതിനാണ് റേറ്റ്, പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ. അപ്പം ഓവറോൾ ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയില്ലേ? എനിക്ക് ഫീൽ ചെയ്തോ? ഇല്ല. ഫീൽ ചെയ്തില്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ അവിടെ അത്രയും അതാണ് ഇപ്പൊ റേറ്റ് അധികം വരുന്നത് ഫാൻസി കൊണ്ടായിരിക്കാം. റെസ്റ്റോറൻറ്റ്സിനൊക്കെ ഓവർ പ്രൈസ്ഡ് ആവുന്നത് അവിടുത്തെ ആ ഒരു പ്രസന്റേഷനും ആ ഒരു ഇതിന് വേണ്ടിട്ട്. ആംബിയൻസ് അടിപൊളിയാണ്. അടിപൊളിയാണ്. ഫുഡ് പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആ കേക്കിന്റെ കാര്യം അത്ര അറിയില്ല. ഞാൻ ചീസ് ലവർ ആണ്. ലവറല്ല, ചീസ് ലവർ അതിലൊരു അല്ലാത്തോണ്ടായിരിക്കാം. ഒരു എന്താ പറയാ പുളിപ്പുണ്ടാവും. മൈൽഡ് പുളിപ്പ് ഫ്ലേവർ ഒക്കെ അധികം ഇഷ്ടമല്ല. പിന്നെ ചീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പിന്നെ സ്മൂത്തിക്ക് അത്ര ഇഷ്ടമായി. ലാസ്റ്റ് ഒരു സ്മൂത്തി കൊടുത്തത്, പക്ഷെ അതെനിക്ക് അത്ര ടേസ്റ്റ് ദഹിച്ചില്ല. ടോട്ടലി നമുക്കൊരു ആംബിയൻസ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് തന്നെയാണ്. ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നൈസ് ഒരു ആംബിയൻസ്. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതേപോലെ ഇനിയിപ്പോ നമ്മള് അതിന്റെ ഇടയിൽ കൂടെ ഈ ഗിഫ്റ്റും കാര്യങ്ങളും ബൈക്കിലായതുകൊണ്ട് തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛന്റെ ഷോപ്പിൽ ജസ്റ്റ് തൽക്കാലം അവിടെ വെച്ചിട്ട് ഇനി തിരിച്ചു പോകുന്ന സമയത്ത് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ പോവാൻ ഒരു നടുവിൽ ഈ സാധനം വെച്ച് ഇങ്ങനെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഇനി നേരെ
ഫുഡ് ഫുഡ് കഴിക്കാൻ നീ എന്താ പറയുന്നത്? ഞാൻ പറയണ നേരത്തെ നീ പറഞ്ഞോട്ടെങ്കിൽ എന്നാ നീ പറ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല വിശക്കുന്നുണ്ട്. ഒരു ചെറിയ സ്ലൈസ് അല്ലേ. അപ്പൊ ഇനി നേരെ ഇനി നമ്മൾ നേരെ പോകുന്നത് പാസ്ത ബോക്സിലേക്കാണ്. നമ്മള് ഇതുപോലെ തന്നെ കണ്ട ഒരു വീഡിയോ തന്നെയാണ്. ഗുജറാത്തി സ്ട്രീറ്റിലല്ലേ സംഭവം. അതെ. അപ്പൊ നമുക്ക് അവിടേക്ക് പോയി പറഞ്ഞ എനിക്ക് ട്രോള് വരും. അലക്സ പുട്ട് ഓൺ ദ ലൊക്കേഷൻ ടു പാസ്ത ബോക്സ്. എവിടെ ലൊക്കേഷൻ ഇത്? നിനക്കല്ലേ അറിയാം ഗുജറാത്തി സ്ട്രീറ്റ് അറിയാന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ ഇത്തിരി കാണാം. അവിടെ തിരി തപ്പാ നമുക്ക്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ വന്നിട്ട്, അതായത് നമ്മുടെ സെക്കൻഡ് ഫുഡ് സ്പോട്ട് പാസ്ത ബോക്സ് ആയിരുന്നു. പക്ഷേ അവിടെ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് നോക്കാം, മേ ബി ചേഞ്ച് ഓഫ് പ്ലാൻസ് ആയിരിക്കും അല്ലെ. വിശക്കുന്നുണ്ട്. നല്ല വിശക്കുന്നു. അപ്പൊ നോക്കണ്ട, ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ആയിട്ട് ഇനിയിപ്പോ ഒരു കുക്കൊക്കെ ചെയ്ത് അത്യാവശ്യം ടൈം എടുക്കാൻ മതി. അപ്പൊ നമുക്ക് വേറെ എവിടെ ഫുഡ് കഴിച്ചിട്ട് ഒരു 2-2:30 ആകുമ്പത്തേ നമുക്ക് ഒന്ന് ഇതുവഴി പാസ് ചെയ്ത് നോക്കാം. അപ്പൊ ഓപ്പൺ ആവണേ നമുക്ക് നോക്കാം. തൽക്കാലം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫുഡ് സ്പോട്ട് കയറി കഴിക്കാം. ഓക്കെ. അപ്പൊ നമ്മള് തൽക്കാലം ചേഞ്ച് ഓഫ് പ്ലാൻ ആയിട്ട് വന്നിട്ടുള്ളത് ന്യൂക്ലിയറിലാണ്. ഇവിടെ ഫസ്റ്റ് ടൈം അല്ല, ഫസ്റ്റ് ടൈം ആണ്. കേറി നോക്കാം നമുക്ക് ഏറെ ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മിക്കവാറും ഓവർപ്രൈസ്ഡ് ആവാൻ ചാൻസ്. ജഡ്ജ്മെന്റ് എങ്ങനെയാണ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നോക്കാം. നല്ല വിശപ്പുണ്ട്. നമുക്ക് പാസ്ത ബോക്സിൽ പോയി അവിടെ തുറന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ എന്താ പാട് നോക്കാം. നോക്കേണ്ടി വരും. കാരണം നമ്മൾ അവിടെ ഇനി വെയിറ്റ് ചെയ്താൽ ഒരുപാട് സമയം അവിടെ പോകും. അങ്ങനെ പോകും. അപ്പൊ വിശപ്പും സഹിക്കാൻ സീനാണ്. നല്ല വെയിലുമാണ് അവിടെ. അവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇനി അവരത് ഓപ്പൺ ചെയ്ത് പിന്നെ ഫുഡ് വന്ന് ടൈം എടുക്കും. അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് മേ ബി ചാൻസ് അല്ലെ ഫില്ലായിട്ടില്ല അല്ലെ ഒന്നുകൂടെ ട്രൈ ചെയ്യണം തോന്നുകയാണെങ്കിൽ നമുക്ക് പാസ്ത ബോക്സ് കൂടെ കവർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ നമുക്ക് കടൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ല വിശപ്പുണ്ട്. കഴിച്ചിട്ട് One eternity later. പലതരം ഐഡിയകളാണ്. ഈ ഹിന്ദി എടുത്ത് വലിച്ചു മാറ്റിയാലോ? അവൻ മീശ വിരിച്ചിട്ടുണ്ട്. കൊള്ള കിണ്ടി പോവാതെ നോക്കി. നല്ല കിണ്ടി. ഇന്ന് പകുതി എടുത്ത് കൊണ്ടുപോവാ, മുതലാവണ്ടേ. പിന്നെ നമുക്ക് ഇവിടുന്ന് 2 ചെടി പറിച്ചു കൊണ്ടുപോവാം. അമ്മയ്ക്ക് ഇഷ്ടമായിട്ട്. പലതരം പ്ലാനുകളാണ്. അങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. നമ്മള് പറഞ്ഞ പോലെ തന്നെ ഓവർ പ്രൈസ് ആണ്. ബട്ട് സ്റ്റിൽ നല്ല വിശപ്പുണ്ട്. ആംബിയൻസ് എൻജോയ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ആംബിയൻസ് എൻജോയ് ചെയ്യാനാണെങ്കിൽ മാത്രം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്തൊരു സ്ഥലമാണ്. കുഴപ്പമില്ല, ഫുഡൊക്കെ ഓക്കെയാണ്. ബട്ട് ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇതാണ്. അടുത്തൊരു കടലാസ് കഫേ ഉണ്ട്. അതും സിമിലർ വ്യൂ തന്നെയാണ്. നമ്മൾ കുറച്ച് മുന്നേ പോയതാണ്. കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. എന്തായാലും ബില്ല് വരുമ്പോ തിരമാലുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് മറ്റേ പാസ്ത ബോക്സ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അവിടെ നിന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് പോവാം. എല്ലാ ഐറ്റംസും ഇവിടുന്ന് ഓൾമോസ്റ്റ് ഫിൽ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ലൊക്കേഷൻ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പം അവിടെ അപ്പൊ നമ്മള് ആകെ അട്ടപ്പെട്ടെല്ലാം മുഞ്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ 2 തവണ നമ്മളിപ്പോ അവിടെ പോയി മറ്റേ പാസ്ത ബോക്സ്. പക്ഷെ അവിടെ റീല് കൊണ്ടാണോ ഇനി അവിടെ സ്ഥലം ഡൈനിങ് സ്പേസ് ഉള്ളോട്ട് കുറവായതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും 1 അവർ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് നിന്നതാണ്. അവിടെ വെയിറ്റ് ചെയ്ത് നിന്നാ മതി. പക്ഷെ നമുക്ക് വിശന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമല്ലേ. അവിടെ പാസ്ത എല്ലാരും റീൽസ് കണ്ടുപോകുന്നു നമ്മളെ.
എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം അല്ല എപ്പോഴും ട്രൈ വിശപ്പ് ചെയ്യാം. കുഴപ്പമില്ല, മാറി. പക്ഷെ നമ്മളത് അവിടുന്ന് കഴിക്കാമെന്ന് പാസ്ത വിചാരിച്ചു. കഴിക്കാൻ മൈൻഡ് സെറ്റ് ആക്കുകയാണെങ്കിൽ പാസ്ത കഴിക്കാൻ സമാധാനം. അതെ. ഏതായാലും നമ്മളിവിടെ നമ്മൾ തൽക്കാലത്തേക്ക് ജസ്ലോഫിലുണ്ട്. ജസ്ലോഫിലേക്ക് കയറാൻ പോവാണ്. അവിടെ എന്താ എന്തായാലും ഇവിടെ ഇന്നൊരു കേറി. ദിവസം ഇങ്ങനെ മൂന്നിൽ പോയി. ഇന്നത്തെ ദിവസം ഏതായാലും ഇങ്ങനെ ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ആ നോക്കിയേക്കോലെ ആ, ഇവിടെ കേറി. പ്ലാൻ ചെയ്ത പോലെ ഒന്നും ആവൂല. അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മളൊന്നും പ്ലാൻ ചെയ്യാൻ പാടില്ല. ഏതായാലും നമുക്ക് ഇവിടുന്ന് കഴിച്ചോ. കഴിച്ചിട്ട് വയ്യ അവന്റെ കുട്ടിക്ക്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പാസ്ത കഴിച്ചു. എന്താ പറയാ, സമാധാനം അതെ, പോവുകയാണ്. നമ്മള് പാസ്ത കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് പിന്നെ അത് കഴിക്കാതിരിക്കുമ്പോ ഒരു അൺസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ച് കുഴപ്പമില്ല. എന്തായാലും പാസ്ത ബോക്സ് കയറാൻ പറ്റില്ല. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് കഴിച്ചു. ഞങ്ങൾ പാസ്ത ബോക്സിനെ ഒഴിവാക്കി. എത്ര വെയിറ്റിംഗ്, 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാല് മണിക്കൂറൊക്കെ ഒന്ന് സമയത്തിനൊരു adjust വില ഇല്ലാത്ത പോലെ 1 മണിക്കൂർ ആവുന്നു. ശരി എന്നാല്. അപ്പൊ ഏതായാലും ഇവിടുന്ന് കഴിച്ച് ഇനി നമ്മൾ നേരെ കുറച്ചു നേരം ഒന്ന് ചില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് ട്രെയിനിന് കയറണം. അപ്പൊ നമുക്കൊന്ന് ബീച്ചിൽ പോവാം. അതെ, കുറച്ചേരം ഒന്ന് ഇരുന്നിട്ട് നമുക്ക് നേരെ ബീച്ചിലേക്ക് മറ്റേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോണം റെയിൽവേ സ്റ്റേഷനില്. അത് നമുക്ക് ബീച്ചിൽ പോവാം. എന്നിട്ട് അവിടുന്ന് ലൈവ് പോകാൻ പറ്റുകയാണെങ്കിൽ നോക്കട്ടെ. maybe നമുക്കൊരു ലൈവ് സെഷൻ നോക്കാം. എന്നിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ പോകാം കുറച്ചു നേരം ചില്ല് ചെയ്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ലൈവ് പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം ചില്ല് ചെയ്തിട്ട് അവിടുത്തെ വിഷ്വൽസ് ഒക്കെ കാണിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. അപ്പൊ നമുക്ക് ബീച്ചിൽ റെയിൽവേ സ്റ്റേഷനിൽ നേരെ വീട്ടിലേക്കും പോകണം. മര്യാദക്ക് കിടന്നുറങ്ങിയ പട്ടീനെ ഇവിടെ കിടന്നുറങ്ങി. ഭാഗ്യ പറഞ്ഞ പട്ടീനെ എണീപ്പിച്ച് വിട്ട്. സൈക്കോ അല്ല, പാവം പട്ടി. അത് വെയിലത്ത് കിടന്നുറങ്ങണോ. അപ്പൊ ഞാൻ പറഞ്ഞ അത് സൺബാത്ത് എടുക്കാൻ നിന്നായിരിക്കും. അതിന്റെ സൺബാത്ത് എടുക്കാൻ സമയമായിരിക്കും. നീ അതിനെ ഡിസ്റ്റർബ് ചെയ്തു. അതാ അതിപ്പോ എന്ത് സൗകര്യാട്ടാ. ഞാൻ പറഞ്ഞ കേട്ടു തോന്നുന്നുണ്ട്. ഞാൻ പറയാതെ അവിടെ പോയി കിടന്നുറങ്ങണോക്ക്. കൊച്ചി ഉപ്പിലിട്ട് ഇപ്പഴല്ലേ മേക്കാൻ ചീസ് മറ്റതും മറിച്ചൊക്കെ കഴിച്ച. ഇനിയിപ്പൊ ഇതും കൂടെ. ഇതാ ഇവള് കാല് കഴുകാൻ വേണ്ടി പോവാണ്. കൊച്ചു കുട്ടികൾ എന്നാങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അതങ്ങോട്ട് സാധിച്ചു കൊടുക്കണം. എന്റെ കാല് ഷൂ ആയതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. അവള് കാല് കഴുകി വരാൻ പറഞ്ഞില്ല. ചെരുപ്പോടെ ഉപയോഗിച്ചില്ല. ഞാൻ ഇല്ല. കഴിഞ്ഞപ്പോൾ ഒന്ന് വിശ്രമിക്കാനിരുന്നതാണ്. ആരൊക്കെ ആരും നനയ്ക്കണ്ടില്ലായിരുന്നു. കാക്ക് മണ്ണായോ. ചളി കിളി. എന്തായാലും ഇനിയിപ്പോ ഇവിടെ എന്താ, ഞങ്ങൾ ആ ലൈവ് നോക്കിയപ്പോ അതിൽ എന്തൊക്കെയോ സംഭവങ്ങൾ, അതിന്റെ ടെക്നിക്കൽ സൈഡ്സ് ഒക്കെ ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് ലൈവ് എടുക്കാൻ നോക്കിയിട്ട് പറ്റണില്ല ഗൈസ്. നമുക്ക് അതിന്റെ ടെക്നിക്കൽ സൈഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു ദിവസം ലൈവ് വരാം. കുറച്ചുകൂടെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട്. ഇതിപ്പോ ഇവിടുന്ന് നോയിസ് കൊണ്ട് ഞാൻ ഒന്നാമത് ഫോണ് ചാർജും ഇല്ല. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ചെയ്യുമ്പോ ഔട്ടർ പറയാനൊക്കെ ഉണ്ട്. ചാർജ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും നമുക്ക് പിന്നീട് ഒരു ദിവസം സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കല്ലേ. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇന്ന് ചില്ല് ചെയ്യാം. ഓൾമോസ്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ കണ്ടതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പോയിട്ടുള്ള ഫുഡ് സ്പോട്സ് ഏതൊക്കെയാണ്, നിങ്ങളെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ. ഈ പാസ്ത ബോക്സ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ്,
ഫുഡ് എങ്ങനെയാണ്, റേറ്റ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ അടുത്ത് ചോദിക്കുന്നത്, മനസ്സിലായത്. അപ്പം ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ട് സ്ഥലമാ എനിക്കോ ഓക്കെ. അവിടെ വെച്ചാല് അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ടാണ് അറ്റ്മോസ്ഫിയർ എന്ന് പേരിട്ടത് തോന്നുന്നു. പിന്നെ ജസ്ലോഫ് പിന്നെ നമ്മള് തിരൂരുള്ള ഓൾറെഡി പോയിട്ടുള്ളതാണ്. അപ്പൊ ഓൾറെഡി അറിയുന്ന സ്ഥലമാണ്. അതും റേറ്റ് ഒക്കെ കുഴപ്പമില്ല, ഓവറും അല്ല അണ്ടറും അല്ല, അത്യാവശ്യം റേറ്റഡ് ആണ്. പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നതേ നമ്മൾ ആ ഒരു ആംബിയൻസിനാണ് അവർ ആ പൈസ അത്രയും ചാർജ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയ സ്ഥലവും സെയിം ആംബിയൻസിന് പ്രയോറിറ്റൈസ് കൊടുക്കുന്ന സ്ഥലം തന്നെയാണ്. ഒരു പിങ്ക് ഒരു തീമൊക്കെ ആയിട്ടുള്ള അതിന്റെ സ്ഥലത്തേന് ടൂർ അടിച്ച് അവിടെയും കുഴപ്പമില്ല. അവിടത്തെ പിന്നെ നമ്മൾ അധികം അവിടെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, ആകെ ആ ഒരു കേക്ക് മാത്രം കഴിച്ചു. ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആ ഒരു സ്ഥലം കണ്ടത്. വേറെ അപ്പൊ അതും അവിടെയും വലിയ കുഴപ്പമില്ല. പക്ഷെ അവിടുത്തെ റേറ്റഡ് തന്നെയാണ് സാധനങ്ങള്. അപ്പം അവിടെ നിന്ന് കഴിക്കാത്തൊന്നും കുഴപ്പമില്ല. ടൈം കൊറേ പോയപ്പോ കാരണം നമ്മള് ഫുഡ് സ്പോട്ട് ആ പാസ്ത ബോക്സ് കാരണം അത് നമ്മൾ അവിടെ എത്തി തപ്പി എത്താൻ തന്നെ കുറച്ച് ടൈം എടുത്ത്. പിന്നെ അവിടുന്ന് തിരിച്ചു വന്ന് അത് ഓപ്പൺ ചെയ്തിട്ടില്ല, പിന്നെ തിരിച്ചു പോയി, പിന്നെ മറ്റേ സ്ഥലം കണ്ടെത്തി. അവിടെ കുറെ സമയം അത് അടുത്ത ടൈം നമ്മള് പ്ലാൻഡ് ഒന്നും ഇല്ല. ആ ടൈം നമ്മൾ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് കയറിയ സ്ഥലം സൈഡ് കണ്ടതുകൊണ്ട്. അപ്പൊ അവിടെ കുറച്ച് ടൈം പോയി. പിന്നെ വീണ്ടും നമ്മള് പാസ്ത ബോക്സ് പോയി. അവിടുന്ന് പിന്നെ ബൈക്ക് വെക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്ത്. പാർക്കിങ്ങും ഡൈനിങ്ങും ഒക്കെ ഷോക്കാന്ന് തോന്നുന്നുണ്ട് അവിടെ. ഫുഡിന്റെ അവസ്ഥ അറിയില്ല. അതാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം കമന്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇനി നമ്മൾ അവിടെ പോണോ വേണ്ടേന്ന് അതുകൊണ്ട് മനസ്സിലായില്ലേ, റീലില് കാണുന്നതൊന്നും റിയൽ അതാണെന്നുണ്ടായത്. അപ്പൊ നമുക്ക് ഏതായാലും ഇനി നെക്സ്റ്റ് ടൈം അവിടെ പോണോന്നുള്ളത് നിങ്ങളെ കമന്റ് അനുസരിച്ച് നമുക്ക് നോക്കാം അല്ലെ. പിന്നെ അങ്ങനെ പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് സമയം അങ്ങനെ കൊറേ പോയ പോലെ തോന്നുന്നല്ലേ. ബർത്ത്ഡേ ആയതുകൊണ്ട് ഇടക്കിടക്ക് വരാത്തോണ്ട് മാത്രം അങ്ങനെ പോയി. ഇത്രയും ഇപ്പൊ നമ്മൾ 5 വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഇത്രയും വീഡിയോസിൽ ഏത് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, വീഡിയോസ് ഒക്കെ എൻജോയ് ചെയ്തോ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യണേ. ഇൻക്ലൂഡ് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയൂ, ഷെയർ ചെയ്യും. നമുക്ക് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതുപോലെ ചാലഞ്ചസും കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മാരേജിന് ശേഷം നമ്മൾ ഒരുമിച്ചില്ലാത്തോണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, മാരേജിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ നല്ല നല്ല സെഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങളെ സജഷൻസ് ഒക്കെ എന്തായാലും ഞങ്ങളെ അറിയിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമായോ, എങ്ങനെയുണ്ട് ഞങ്ങളെ ഒരു ജേർണി, എങ്ങനെയുണ്ട് വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് പറയണേ. ഓക്കെ. അപ്പൊ നമുക്ക് അത് എന്താ ഒന്നും നമുക്ക് പറയാൻ സമ്മതിക്കാത്തതല്ലേ. എന്നുവെച്ചാല് ഇനി നമുക്കത് എന്താ പറയാ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. നമുക്ക് ആദ്യമായിട്ട് എടുക്കുന്നോണ്ട് ഒരു സംശയം, ഇങ്ങനെയൊക്കെയാണോ എടുക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം അല്ല. അപ്പൊ ഈ ഒരു ഇത്രയും ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു, ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, ഇനി എങ്ങനെയൊക്കെ പറയണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറയണം. എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ സൈഡ്, നമ്മളെ ആദ്യമായിട്ട് എടുക്കുന്നോണ്ടൊക്കെ ഒരു ഇതാണ്. അതൊക്കെ നിങ്ങളെ സൈഡിൽ നിങ്ങൾ കമന്റ് വഴി നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള കോണ്ടന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നല്ല ഡാൻസറാണ്, പാട്ടുകാരിയാണ്, ഞാൻ ചെറുതായിട്ടൊക്കെ. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യിക്കാന്ന് പറയും. വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. മീൻ അങ്ങനെയല്ല, നെഗറ്റീവായിട്ടല്ല, നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാം ആൾക്ക്. ഭയങ്കര പണ്ട് ഒരു എന്തൊരു പിൽക്കാലത്ത് സൂര്യനാരായണ അറിവ് വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന സൂര്യനാരായണ ഓർമ്മയുണ്ട്. അങ്ങനെ അപ്പൊ ഏതായാലും നമുക്ക് കുറച്ചേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് നല്ല നീങ്ങാം അല്ലേ. അതെ, നമ്മൾ ഏകദേശം ഇപ്പൊ ടൈം ആവാനായി, ഒരു 3:30 ഒക്കെ ആകുമ്പോ നമുക്ക് ഇറങ്ങാം. നമുക്ക് ടിക്കറ്റ് എടുക്കണം. നെക്സ്റ്റ് ബർത്ത്ഡേ ഇവളതൊന്നും എന്റെതൊക്കെ ഒരുമിച്ചായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ടും. ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൂച്ചി? ഡേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയില് ഫുഡ് സ്പോട്ട് ഒരു സമയം അങ്ങോട്ട് പോയി കൊറേ ടൈം അങ്ങനെ പോയി. വേറെ നമുക്ക് തളി ക്ഷേത്രത്തിന്റെ അവിടെ ഒക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിരുന്നു. കേറണ്ട, നമ്മളിതൊക്കെ നോണൊക്കെ കഴിച്ചില്ലേ, അതുകൊണ്ട് കേറാതെ നമുക്ക് ജസ്റ്റ് ഞാൻ പോയിട്ടില്ല, ഇവൻ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്ക് ടൈം ഇല്ല. അപ്പൊ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ചില്ല് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇനി വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവിടെ ഇങ്ങോട്ട് പോവാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇല്ലല്ലേ. അപ്പൊ ശരി, എന്നാലും കൂടുതൽ എല്ലാം ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഇവളുടെ ഹോം ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നേരെ ബസ് സ്റ്റാൻഡിലാക്കുക. ഈ ഓവർബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ നേരെ അപ്പുറത്ത് ബസ് സ്റ്റാൻഡിലാക്കുക. നേരെ ഇവിടെ തിരിച്ചു വരിക, ടിക്കറ്റ് എടുക്കുക, തിരിച്ചു പോവുക. അങ്ങനെ ഫുൾ ഓട്ടത്തോടെ അവിടുന്ന് ട്രെയിൻ കയറുമ്പോ നല്ല റഷ് ആയിരുന്നു. പിന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്ക്
നമുക്ക് നമുക്ക് ശീലായി. ശീലം വെച്ചാൽ അവള് അങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു പിറന്നാൾ വീഡിയോ ഇത്ര പിറന്നാൾ വ്ലോഗ് ബർത്ത്ഡേ വ്ലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാ. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ അതേപോലെ നമ്മൾ പോയിട്ടുള്ള ഏത് സ്ഥലങ്ങളിൽ ഫുഡ് സ്പോട്ടിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ പോയിട്ടുള്ളതിന്റെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഇനി ഈ ഒരു ചെറിയ വലിയ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. പിന്നെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ആ ബെൽ ബട്ടൺ അയക്കുന്നത്. ശരി.